ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് മുൻപ് കുറ്റവിചാരണ സദസ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു UDF-ന്റെ നേതൃത്വത്തിൽ. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇടതുപക്ഷമടക്കം പറയുന്നത് അതിൽ ഒരു പോരായ്മ സംഭവിച്ചത് കൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലൊരു സമരാജ്ഞിയുമായി UDF അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അത് ആ ഭാഗത്തോടെ എങ്ങനെയാണ് പ്രതികരണം? സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജാഥ നടത്താറുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ജാഥ ഇന്ന് തുടങ്ങുന്നു. കെ സുരേന്ദ്രൻ്റെ ജാഥ കഴിഞ്ഞു. എന്തേ MV ഗോവിന്ദൻ ഒരു ജാഥ നടത്താൻ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥയല്ലേ നടക്കേണ്ടത്? അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ജാഥയല്ലേ നടക്കേണ്ടത്? 21 മന്ത്രിമാരെ, ഈ മന്ത്രിമാരെ നമുക്കറിയാമല്ലോ, മന്ത്രിമാരെ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ജനങ്ങൾ കാണുന്നത്. പിന്നെ സർക്കാരിൻ്റെ മെഷീനറിയാണ് മുഴുവൻ ദുർവിനിയോഗം ചെയ്തത്. സർക്കാർ ജീവനക്കാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീയുടെ ആളുകൾ, അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി, ഇല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടാണ് ഈ ആൾ കൂട്ടിയത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ സമരസംഘടനയായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഒരു സർക്കാർ വിലാസം സംഘടനയായി അധപ്പതിച്ചു. ഗോവിന്ദൻ മാസ്റ്ററൊക്കെ ഒരു 4ാം തരം കമ്മ്യൂണിസ്റ്റുകാരനായി മാറി. കാരണം മുഖ്യമന്ത്രി സൂര്യനാന്നാണ് പറയുന്നത്, ഭൂമിക്ക് കിട്ടിയ വരദാനം എന്നാണ് പറയുന്നത്. ഇതൊക്കെ പഴയ കാലത്തുമുണ്ട്. ലെനിൻ, സ്റ്റാലിൻ, മാവോ സെത്തുങ്, ഫിഡിൽ കാസ്ട്രോ, അതുപോലെ തന്നെ ചെഗുവേര, ഇവരൊക്കെ അവരുടെ അവദാനങ്ങൾ വാഴ്ത്തി അവസാനം ഇവർക്കൊക്കെ ഉണ്ടായ മരണം എങ്ങനെയാണെന്നുള്ള ഇവർ മനസ്സിലാക്കണ്ടേ? ഈ സ്തുതിപാഠകർ ആലോചിക്കേണ്ട കാര്യം, ലെനിൻ എങ്ങനെയാണ് മരിച്ചത്, സ്റ്റാലിൻ എങ്ങനെയാണ് മരിച്ചത്, മാവോയുടെ മരണം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഫിഡിൽ കാസ്ട്രോ അവസാനം ഈ സ്തുതിപാഠകരാൽ തന്നെ ഒറ്റപ്പെട്ടു പോയ കാഴ്ചയാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താ? മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. DYFI 10,000കണക്കിന് ആളുകൾ അണിനിരത്തി ഒരു മനുഷ്യച്ചങ്ങല ഉണ്ടാക്കി. എന്താണ്? 2 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാമെന്ന് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി നടന്നോ? കേരളത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെറുപ്പക്കാർക്ക് വേണ്ടി ചെയ്തോ? സ്റ്റാർട്ടപ്പ്. ഇവിടുന്ന് ഒരു വർഷം 2 ലക്ഷം യുവാക്കന്മാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് പഠിക്കാനായിട്ട്. പോകുന്നവരാരും തിരിച്ചു വരുന്നില്ല. കുറേ കഴിയുമ്പോൾ കേരളം ഒരു വൃദ്ധസദനമായി മാറും. എന്തേ? പുരോഗമന വിപ്ലവ പ്രസ്ഥാനമായ DYFI ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ കേന്ദ്രം കൊടുക്കാത്തതിന് മാർക്സിസ്റ്റ് പാർട്ടി ഇടതുമുന്നണി ഉണ്ടല്ലോ. DYFIയുടെ തൊഴിൽ അതാണോ? DYFIയുടെ തൊഴിൽ നമ്മുടെ വിദ്യാർത്ഥി കഴിഞ്ഞാൽ റിക്രൂട്ട് ചെയ്യുന്ന യുവജനമായിട്ടാണല്ലോ. അവരുടെ അവകാശങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഒരു സമരം നടത്തിയിട്ട് പറയാം. ഇപ്പോൾ അവർക്ക് 2 കൂട്ടർക്കും മുഖം നഷ്ടപ്പെട്ടു. SFIയുടെ നേതാവ് പരീക്ഷ എഴുതാൻ ജയിച്ച ആൾ, SFIയുടെ ഒരു നേതാവ് മത്സരിക്കാതെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായി, SFIയുടെ ഒരു നേതാവ് എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, SFIയുടെ മറ്റൊരു നേതാവ് റെഗുലർ ക്ലാസ്സിൽ പഠിച്ചിട്ട് എന്നിട്ട് കലിംഗ യൂണിവേഴ്സിറ്റിയുടെ അവിടെയും റെഗുലറായി പഠിച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് തോറ്റ കോളേജിൽ MCOMന്. ഇന്ന് ഇവർക്കൊക്കെ ഇവരുടെ എല്ലാം മുഖം വികൃതമായി. അപ്പോൾ ഏക മാർഗം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ, ഇവരിപ്പോൾ കേന്ദ്രത്തിൽ പോയല്ലോ, 300 ശവശരീരങ്ങൾ എത്രയോ മാസക്കാലമായി അവസാന കർമ്മം ചെയ്യാനാകാതെ കുക്കി ക്രിസ്ത്യാനികൾ മണിപ്പൂരുണ്ടായിരുന്നു. എന്തേ ഇവർ ഡൽഹി പോഞ്ഞ്? എന്തേ ഇവർ നിരന്തരമായി സമരം ചെയ്യാഞ്ഞ്? ഇവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയെന്ന് അവിടെ മധ്യപ്രദേശിൽ കുരിശിൻ്റെ മേളിൽ കൊണ്ട് കാവിക്കൊടി നാട്ടിയല്ലോ RSR. എന്തേ ഇവർ പ്രതികരിക്കാഞ്ഞ്? അപ്പോൾ ഇവർക്ക് ജനകീയ വിഷയങ്ങളല്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും കേരളത്തിലെ ക്രൈസ്തവ മുസ്ലിം സമൂഹത്തെ സ്വാധീനിച്ച് ഒരു സീറ്റ് വർദ്ധിപ്പിക്കണം. ഇപ്പോൾ ഒന്നേ ഉള്ളൂ. അത് എത്രത്തോളം വർദ്ധിപ്പിക്കണമെങ്കിൽ BJPയെ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇവരെ. എന്തേ BJPയെ താഴെ ഇറക്കാനാണല്ലോ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. ആ ഇന്ത്യ മുന്നണിയിൽ ഒരു അംഗത്തെ പോലും അയക്കാത്ത പാർട്ടി അവർ. അപ്പോൾ ഒറ്റപ്പെട്ട് ഇവരൊരു ദ്വീപിലാണ് താമസിക്കുന്നത്. ബംഗാളിൽ ഇവർ നിലംപരിശായി, ത്രിപുരയിലായി. ഇനി ഈ ദ്വീപ്, അവരുടെ ഏക ആശ്രയമായി ദ്വീപ് കേരളത്തിൽ ഈ ഒന്നെങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഗവേഷണം നടത്തുക. അതിനാണ് കേന്ദ്രവിരുദ്ധ സമരമായിട്ട് ഇറങ്ങി. കേന്ദ്രം, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സ്വർണ്ണക്കടത്ത് നടന്നു, ലൈഫിൽ അഴിമതി നടന്നു, അതുപോലെ തന്നെ ഇപ്പോൾ 38 പ്രാവശ്യം ലാവലിൻ കേസ് മാറ്റിവെച്ചു. ഒരു വിചാരണ കോടതി വിചാരണ കൂടാതെ ഒരു കുറ്റപത്രം റദ്ദാക്കി. അതിന് കൊടുത്ത ഒരു അപ്പീല്, ആ അപ്പീല് 38 പ്രാവശ്യം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. പിണറായി വിജയന് വേണ്ടി ഇതിൽ കൂടെ എന്താ അവർ ചെയ്യുന്നത്? ഇത് വെറുതെ ആളുകളെ പറ്റിക്കാൻ, ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ, എന്തെങ്കിലും തെറ്റിദ്ധാരണ പേരിൽ 10 വോട്ട് കിട്ടുന്ന ആ വോട്ട് തട്ടിയെടുക്കാനാണ് ഈ കേന്ദ്രവിരുദ്ധ സമരം. ഇവരും കേന്ദ്രവുമായി നല്ല ബന്ധത്തിലാണ്. കാര്യം രണ്ടുപേരുടെയും മുദ്രാവാക്യം ഒന്നാണ്: കോൺഗ്രസ് മുക്ത ഭാരതം,
കോൺഗ്രസ് മുക്ത കേരളം, രണ്ടും ഒന്നാണല്ലോ ഫലത്തിൽ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അംഗബലം കുറയ്ക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതേസമയം ഇവരുടെ ലക്ഷ്യം അതാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ അംഗബലം കുറയണേ, മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കണം, എന്നിട്ട് പരസ്പരം ഒരു സഹായ സഹകരണ സംഘമായി പ്രവർത്തിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാനായി കേന്ദ്രവിരുദ്ധ സമരം പറയുകയാണ്. അപ്പം നമ്മുടെ ഈ സമരാഗ്നി എന്ന് പറയുന്നത് ഇന്ന് ഇവിടുന്ന് 3 മണിക്ക് ആരംഭിക്കുകയാണ്. AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വരുന്നുണ്ട്. ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സുധാകരനും അതുപോലെ തന്നെ ശ്രീ VD സതീശനുമാണ്. കേരളത്തിൽ 30 പൊതുയോഗങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ 4 ലക്ഷം ആളുകൾ പങ്കെടുക്കും. മാത്രമല്ല കോഴിക്കോട് കടപ്പുറം, എറണാകുളം മറൈൻ ഡ്രൈവ്, തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം, 3 മഹാറാലികൾ നമ്മൾ സംഘടിപ്പിച്ചത്. ഇപ്പോൾ തൃശ്ശൂർ എണ്ണം കഴിഞ്ഞുകൊണ്ടാണല്ലേ, തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് 15 ലക്ഷത്തോളം ആളുകളെയാണ് ഞങ്ങൾ ഈ 30 മീറ്റിങ്ങിലായി പ്രതീക്ഷിക്കുന്നത്. 15 ലക്ഷം ആളുകൾ പങ്കെടുക്കും. അപ്പോൾ ഇതൊരു മഹാസംഭവമാക്കി മാറ്റാനാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ചെലവിൽ സർക്കാർ മെഷീനുകൾ ദുർവിനിയോഗം ചെയ്ത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആളെ കൂട്ടിയത്. ഞങ്ങളെ ഈ കുറ്റവിചാരണത്തകരല്ലല്ലോ, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ ഒരു കുറ്റവിചാരണ എന്നല്ലാതെ, ഒരു മുന്നണി നടത്തിയ കുറ്റവിചാരണ എന്നല്ല. അതിനകത്ത് ഞങ്ങൾ അങ്ങനെ ഒരു വിചാരണ നടത്തലല്ലാതെ ആളെ കൂട്ടാനല്ല ഞങ്ങൾ ശ്രമിച്ചത്. അതേസമയം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമരാഗ്നി ഇത് ആളിപ്പടരും. അവസാനം ഈ രോഷാഗ്നി, ഈ സമരാഗ്നി തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ അത് രോഷാഗ്നിയായി മാറും. ആ അഗ്നിയിൽ ഇടതുപക്ഷ മുന്നണിയുടെ അന്ത്യം ഞങ്ങൾ കുറിക്കും. അതിന് അതൊക്കെയില്ല. 2020 അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. കഴിഞ്ഞ തവണ ഒരു കൈപ്പഴ പറ്റി ആലപ്പുഴ, അതും തിരുത്തും.